വല്യമ്മാൻ്റെ നിയമം അനുസരിച്ച് പുതിയാപ്പിളമാർ വീട്ടിലേക്ക് വരുമ്പോൾ പത്തിരി നിർബന്ധമാണ്. അതായത് നമ്മുടെ അമ്മായിക്കാക്ക എന്ന് പറയുമ്പോൾ അമ്മായിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. നമ്മൾ വിളിക്കുക അമ്മായിക്കാക്ക എന്നാണ്. അമ്മായിക്കാക്ക വീട്ടിലേക്ക് വരുന്ന ദിവസങ്ങളിലെല്ലാം വല്യമ്മ പത്തിരി ഉണ്ടാക്കും. ഈ പത്തിരി ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കാനായിട്ട് ഞങ്ങളും ഉണ്ടാവും. ബാക്കിയുള്ളവരെക്കാളും എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു വല്യമ്മാൻ്റെ കൂടെ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഞാനായിരിക്കും മിക്കവാറും ദിവസങ്ങളിലെ നമ്മളെ തറവാട്ടിന് രണ്ടടുക്കളയാണ്. ഒന്ന് വല്യമ്മക്ക് ഇരുന്ന് ചെയ്യണ പോലത്തെ ഒരു ചെറിയ വടിക്കിണിയുണ്ട്. അവിടെയാണ് വല്യമ്മാൻ്റെ കലാപരിപാടികളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. വല്യമ്മ പലട്ടിരുന്ന് അടുപ്പും ഊതി കത്തിച്ചാണ് നമ്മളെ പണിയൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അതിൻ്റെ അടുത്തായിട്ട് ഒരു വെള്ള ഷിമ്മീസും ഒരു പലയിട്ടിട്ട് എപ്പോഴും ഞാനും കൂടെ ഉണ്ടാവാറുണ്ട്. ഓരോ പ്രാവശ്യവും പത്തിരി ഉണ്ടാക്കുമ്പോൾ വല്യമ്മ എന്നെ നോക്കി പറയും, പത്തിരിക്ക് 10 പണിയാണ് എണ്ണിയെ, എന്നാലും അതുണ്ടായി വരുമ്പോൾ അതൊരു മാജിക്കാണ് എണ്ണിയെ. വല്യമ്മ പൊടി വാട്ടണതും കുഴക്കണതും പരത്തണതും പൊടി തട്ടി പിന്നെ ചട്ടിയിലിട്ട് വെക്കണതും അതങ്ങനെ പപ്പടം പോലെ പൊന്തി വരണതും എല്ലാം കാണുമ്പോൾ ശരിക്കും ഒരു മാജിക് പോലെ ഞാനും നോക്കിയിരിക്കാറുണ്ട്. അങ്ങനെ നോക്കിയിരിക്കണ ഒരു സമയത്ത് വല്യമ്മ ഒരു ദിവസം പറയാണ്, എൻ്റെ എണ്ണീൻ്റെ രാജകുമാരൻക്കും ഉണ്ടാക്കി കൊടുക്കാണ്ട് ഇതേപോലൊരു. വല്യമ്മ എപ്പോഴോ ആ രാജകുമാരൻ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു കുളിർച്ചയായിരുന്നു. പക്ഷേ ഈ ഒരു പണി എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. പഠിച്ച പണി 18 നോക്കിയിട്ടും ഞാൻ ജയിക്കാത്തൊരു സംഭവമായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ എന്നെ കളിയാക്കാനും കൂടി ഈ പത്തിരി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വല്യമ്മാൻ്റെ വലിയ കൈസഹായി അല്ലേ, എന്നിട്ട് പത്തിരി ഉണ്ടാക്കാൻ അറിയില്ലല്ലോ എന്ന്. ബാക്കി കുട്ടികളുടെ കളിയാക്കലും ഇതെല്ലാം കൊണ്ടാലും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു കേട്ടോ. പക്ഷേ ഏകദേശം എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ അതായത് എൻട്രൻസും ഇതും എല്ലാം ട്രൈ ചെയ്തിട്ടും ഞാൻ പാസ്സാവാത്തൊരു സബ്ജക്റ്റാണ് ഈ പത്തിരി എന്ന് പറയുന്നത്. ഇപ്പോഴാണ് എൻ്റെ രാജകുമാരന് വേണ്ടി ഞാൻ പത്തിരി ഉണ്ടാക്കാൻ ഉണ്ടാക്കി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും നിങ്ങളുടെ രാജകുമാരന് വേണ്ടിയിട്ട് ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അടിപൊളി ഡിഷായ പത്തിരിയാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.